സന്തോഷവാനാണ്. കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഈ VP എഡ്യൂക്കേഷനായി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് നമ്മുടെ ഏരിയ ഡയറക്ടറായ നമ്മുടെ മുൻ പ്രസിഡന്റ് കൂടിയായ നജീബ് നസീറിനോടാണ്. കാര്യം അന്ന് സബ് എക്സ്കോമില് എന്നെ VP എഡ്യൂക്കേഷൻ ആക്കുകയും എനിക്ക് ഒരു കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ഈ കാര്യങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു തരികയും വളരെ ആവേശപൂർവ്വം ആ കാര്യങ്ങൾ ഈ എക്സ്കോമിലെ പ്രധാന VP ഒരു പണിയും ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിനൊരു അവസരം കിട്ടുകയും വളരെ സന്തോഷത്തോടും ആവേശത്തോടും കൂടി ആ പണി മുഴുവൻ ഞാൻ എടുക്കുകയും അതിന്റെ തൽഫലമായിട്ട് എന്നെ അടുത്ത എക്സ്കോമിൽ വളരെ സന്തോഷപൂർവ്വം എല്ലാവരും VP ആയി തിരഞ്ഞെടുക്കും. അതിൽ എനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ ആ ഒരു ഗൈഡൻസ്, ജയന്ത് ചമ്പാറയുടെ സാറിന്റെ ഒരു പ്രത്യേക സ്നേഹവും കരുതലും, ഓരോ തവണ ഓരോ അബദ്ധം കാണിക്കുമ്പോഴും സ്നേഹത്തോടെ എന്നെ തിരുത്തി തന്നിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ടോസ്റ്റ് മാസ്റ്ററിൽ വന്ന ഒരു ചുരുക്കം ചില സമയങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ മുഴുവനായി എനിക്കുണ്ടായി. പിന്നെ പുതിയ ഒറ്റ വർഷം കൊണ്ടാണ് ഈ മാറ്റങ്ങൾ മുഴുവൻ ഉണ്ടായത്. പിന്നെ നമ്മുടെ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത വേറെ പല കാര്യങ്ങളിലും ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ മലയാളം ക്ലബിനെ പ്രതിനിധീകരിച്ച് പല മത്സരങ്ങളിലും പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. ഏരിയ കോൺടെസ്റ്റിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും മത്സരിച്ച് സമ്മാനങ്ങൾ നേടി. ഡിവിഷനിൽ ഞാൻ 2ാം സ്ഥാനം ലഭിച്ചു. പിന്നെ ലോക മലയാളം ക്ലബിൽ ടാലി കൗണ്ടറായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ജീവിതത്തിൽ ആദ്യമായി ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ സാധിച്ചത് സഫീർ ഇക്കാന്റെ മികച്ച മാർഗനിർദ്ദേശത്തോടെ കൂടിയാണ്. സഫീർ സാർ, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇംഗ്ലീഷിൽ ഞാൻ വിജയകരമായ ഒരു പ്രസംഗം ഒരിക്കലും ഞാൻ കാഴ്ചവെക്കില്ലായിരുന്നു. ഈ അവസരം നിങ്ങൾക്ക് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ കമ്മിറ്റി നിലവിൽ വന്നപ്പോൾ എന്റെ ഏറ്റവും മികച്ച ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹനിധിയായ പ്രസിഡന്റാണ്. എനിക്ക് പറയാനുള്ളത്, ലോകത്താർക്കും ഇതുപോലൊരു പ്രസിഡന്റിനെ കിട്ടില്ല. സത്യം. ഒരു വ്യക്തി നല്ല മനുഷ്യനാകുക എന്നതാണ് ആ ഏറ്റവും നല്ല കാര്യം. അത് സ്നേഹമയനായ ഹൃദയശുദ്ധിയുള്ള ഇദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ എന്റെ ഭാഗ്യമായിട്ടും ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു പ്രസിഡന്റ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് എന്നെ പോലെ എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെ ആയിരിക്കും. കാര്യം അദ്ദേഹം അത്രത്തോളം നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. അദ്ദേഹത്തോടൊപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. മരിക്കും വരെ നിങ്ങൾ ചെയ്ത ഈ സപ്പോർട്ടും സഹായവും മറക്കില്ലെന്നും എന്നും ഒരു സഹോദര സ്ഥാനത്ത് ഞാൻ നിങ്ങൾ കൂടി ഉണ്ടാവുന്നു ഞാൻ ഇവിടെ വെച്ച് ഇവരുടെ മുമ്പിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മുടെ എക്സ്പോ മെമ്പേഴ്സ് തമ്മിൽ വളരെ ഒരു ആത്മബന്ധം ഉണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഓണം എന്ന് പറയുന്നത് ഒരു ഗംഭീര പരിപാടിയാക്കി മാറ്റി. അതിൽ ഇതുവരെ ഈ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ പലരും ചെയ്യാത്ത കാര്യങ്ങൾ, ഇന്നോവേറ്റീവായ പല കാര്യങ്ങളും നമ്മൾ ഒന്നിച്ച് നിന്ന് ചെയ്തു. അത് ഈ വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ അത് എക്സ്കോം ടീമിലെ എല്ലാവരുമായിട്ട് ആത്മബന്ധം ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ രഞ്ജിത്ത് ആയിട്ടായാലും ഫാത്തിമ ആയിട്ടായാലും ഓരോ മെമ്പേഴ്സുമായിട്ടും വളരെയധികം ആത്മബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ടീം വർക്ക് എന്താണെന്നും ടീം വർക്ക് ഏത് രീതിയിലൊക്കെ നമുക്കൊരു കാര്യം സക്സസ്ഫുൾ ആക്കാമെന്നും പഠിച്ചു. കാര്യം എന്താണ്, ആ മാനസികമായ അടുപ്പം കൂടി വന്നതുകൊണ്ടാണ്. അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ എന്റെ കാലയളവിലുള്ള ചില സുപ്രധാനമായ ചില ചെറിയ നേട്ടങ്ങൾ, അതായത് നമ്മുടെ VP മെമ്പർഷിപ്പായ ആശിഷ് പാത്വേ ലെവൽ 2 പൂർത്തിയാക്കിയത് എന്റെ കാലയളവിലാണ്. നജീബ് നസീർ നമ്മുടെ ഏരിയ ഡയറക്ടർ തന്നെ ലെവൽ 3 പൂർത്തിയാക്കിയതും എന്റെ കാലയളവിലായിരുന്നു. അതുപോലെ റിയാസ് ബാബു അദ്ദേഹത്തിന് ലെവൽ 1 പൂർത്തിയാക്കിയത് എന്റെ കാലയളവിലായിരുന്നു. അതായത് പിന്നെ ടോസ്റ്റ് മാസ്റ്റർ മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തിന്റെ 1ഉം 2ഉം പാത്വേ അത് ലെവൽ പൂർത്തിയാക്കിയതും എന്റെ കാലയളവിലാണ്. കൂടാതെ രഞ്ജിത്ത് ലെവൽ 1 ലെവൽ 2 കംപ്ലീറ്റ് ആക്കിയതും എന്റെ കാലയളവിലാണ്. അവസാനം നമ്മുടെ ഫാത്തിമ ഇത്രയും വർഷമായിട്ടും ലെവൽ 1 ലെവൽ 2 എന്റെ കാലയളവിലാണ് പൂർത്തിയാക്കിയത്. വളരെ ഞാൻ അഭിമാനത്തോടു കൂടി ഓർക്കുന്ന നിമിഷങ്ങളാണ്. അത് മാത്രമല്ല ഒട്ടേറെ പുതിയ അംഗങ്ങളെ
അതും നല്ല കഴിവുള്ളവരെ ഈ ക്ലബിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. പിന്നെ എല്ലാ മീറ്റിങ്ങുകൾക്ക് ശേഷവും ഓരോ അംഗങ്ങൾക്കും ഞാൻ വ്യക്തിപരമായി മെസ്സേജുകൾ വളരെ സ്നേഹപൂർവ്വം അയക്കുമായിരുന്നു. പലർക്കും അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കും. ഞാൻ വീട്ടിൽ വന്നിട്ടായാലും എല്ലാവരോടും ഇന്ന് നടന്ന മീറ്റിങ്ങിനെ കുറിച്ചും അവരുടെ നല്ല വശങ്ങളെ കുറിച്ചും എന്തെങ്കിലും ചെറിയ പോരായ്മ ഉണ്ടെങ്കിൽ അതും ചെറുതായി ഞാൻ ചൂണ്ടിക്കാണിക്കുമായിരുന്നു. അതുമൂലം പലരും എന്നോട് വളരെ അടുപ്പം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാല് ഒരു പുതിയ അംഗം ക്ലബിൽ വന്നിട്ട് അവര് നല്ലൊരു സ്പീച്ച് ഡെലിവറി ചെയ്യുമ്പോൾ അവര് കണ്ണിൽ കാണുന്നതിന് തിളക്കമുണ്ട്. അവർക്ക് വരുന്നൊരു കോൺഫിഡൻസ് ലെവലുണ്ട്. അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, സത്യം പറഞ്ഞാൽ അതാണ് ഈ യാത്രയുടെ വലിയ സമ്മാനം. കഴിഞ്ഞ വർഷം ഞാൻ പഠിച്ചൊരു പാഠമെന്ന് വെച്ചാൽ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഏറ്റവും ഏത് വെല്ലുവിളികളെയും നമുക്ക് നേരിടാൻ കഴിയും. പുതിയ എക്സ്പോ മെമ്പേഴ്സിനോട് എനിക്ക് ചെറിയൊരു കാര്യം, നിങ്ങൾ വളരെ മികച്ച ഒരു ടീമാണ്. ഞാൻ കൂടെ ഉള്ളത് കൊണ്ടല്ല, മറ്റുള്ളവരോടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ക്ലബിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് തീർച്ചയായും കഴിയും. എനിക്ക് നിങ്ങളിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഒരു വൈസ് പ്രസിഡന്റ് എഡ്യൂക്കേഷൻ എന്ന നിലയിൽ പൂർണ്ണമായും ഞാൻ സക്സസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ചില പരിമിതികൾ എനിക്കും ഉണ്ടായിരുന്നു. പാത്വേ പ്രകാരമുള്ള എല്ലാ സ്പീച്ചുകളും എല്ലാ അംഗങ്ങളെ കൊണ്ടും ചെയ്യിക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ അത് മാറ്റി നിർത്തിയാൽ തീർച്ചയായും ഞാൻ വളരെ സന്തോഷവാനാണ്. അഭിമാനത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു ചെറിയ കാര്യം മാറ്റി നിർത്തിയ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത്രയും വലിയ മാറ്റം നിങ്ങൾ ഓരോരുത്തരും ഈ ടോസ്റ്റ് മാസ്റ്ററിലോട്ട് വരുന്ന നിങ്ങൾ മാറ്റം സ്വയം അനുഭവിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് എന്റെ പ്രസിഡന്റിന്.